കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കം പരിഹാരം കാണാൻ ഇനിയും ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. നേതാക്കളുടെ കടുംപിടുത്തത്തെ തുടർന്ന് തീരുമാനം വൈകുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നാണ് AICC നേതൃത്വം പറയുന്നത്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന തീരുമാനം വരുമെന്നും ഹൈക്കമാൻഡ് പറയുന്നു. അതേസമയം കോൺഗ്രസിലെ ഫ്ലെക്സ് പോരിനും താൽക്കാലിക വിരാമം വന്നിട്ടുണ്ട്. നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ ഫ്ലെക്സുകളും ബാനറുകളും പലയിടത്തു നിന്നും നീക്കി. ഇനി പരസ്യപ്രകടനങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കില്ല. ഡൽഹിയിൽ നിന്ന് ശരത്ലാലും തിരുവനന്തപുരത്ത് ബിനിൽ ലീല സാബു നമുക്കൊപ്പം തത്സമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ആദ്യം ഡൽഹിയിലേക്ക് പോകാം, കാരണം കണ്ണുകളൊക്കെ ഇന്നും ഹൈക്കമാൻഡിലേക്ക് തന്നെയാണ്. അവിടുന്ന് വേണം ഒരു തീരുമാനം വരാൻ. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ രാഷ്ട്രീയ ചൂട് ഉച്ചസ്ഥായിയിലാണ്. കാരണം ഇന്നലെ മണിക്കൂറുകളോളം ഇന്നലെ രാവിലെ മുതലേ കേന്ദ്ര ബിന്ദു ഹൈക്കമാൻഡിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ തന്നെ ആയിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ആരംഭിച്ച ചർച്ച അത് 2-3 മണിക്കൂർ നീണ്ടു നിന്നു. പക്ഷേ ആ ചർച്ച അത്രയും നീണ്ടു നിന്നുവെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കാം എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ ഇന്നൊരു തീരുമാനം വരുമോ? അതായത് ഖാർഗെയുടെ വീട്ടിൽ നിന്നും പുകക്കുഴലിലൂടെ ഒരു വെള്ളപ്പുക ഉയരാനുള്ള സാധ്യതയുണ്ടോ ശരത്ത്? ഇന്ന് തീരുമാനം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയാം. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്ക് പോവുകയാണ് രാവിലെ. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന ശേഷം മാത്രമേ അത്തരമൊരു പ്രഖ്യാപനവുമായി കരുതും. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ കൊണ്ട് തീരുമാനം പറയാം, അല്ലെ തീരുമാനം അറിയിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തീരുമാനം നീട്ടിക്കൊള്ളുവാൻ ഹൈക്കമാൻഡിന് താല്പര്യമില്ല. കാരണം പക്ഷേ ഇത് ഒരു ദിവസത്തെ ഇടവേള എന്ന് തന്നെ ഈ നേതാക്കൾ ഇന്നലെ കാണിച്ച ഐക്യം അത് താഴെത്തട്ടിലേക്ക് നൽകാനുള്ള, അല്ലെ താഴെത്തട്ടിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള സമയം വേണം. ആ സമയമാണ്, അതായത് അത്തരം രീതിയിൽ വിഘടിച്ചു പോയ KC അനുകൂലികളും അതുപോലെ VD സതീശൻ അനുകൂലികളും തമ്മിലുള്ള ഒരു സമയം, ആ സമയം ആവശ്യം. അതുകൊണ്ടാണ് 46 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപനം വൈകുന്നത് എന്നൊരു വിശദീകരണമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇവിടെ തങ്ങിയിരുന്ന രമേശ് ചെന്നിത്തലയും ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും, കാരണം കൂടുതൽ സമയം ദീർഘിപ്പിക്കാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. അത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ സോണിയാഗാന്ധിയുമായി ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കേരളത്തിൻ്റെ മാത്രമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ ഘടകകക്ഷികളുമായിട്ടും ഇതിൻ്റെ മുമ്പേ പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷികളെയും തീരുമാനം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച പ്രതികരിച്ചത്. ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാവാം, സമവായം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ ഹൈക്കമാൻഡിലേക്ക് വിടേണ്ടി വന്നു. അതായത് ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി ഹെഡ് മാസ്റ്റർ വടിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയും, അത് വടിയെടുത്ത് നടപ്പിലാക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പക അല്ലെങ്കിൽ ഖാർഗെയുടെ വസതിയിലുള്ള 3 പുകക്കുഴയിൽ നിന്ന് ഏതിലാണ് വെള്ളപ്പക വരുന്നത് എന്നതിന് നമ്മൾ 48 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും വരും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഫ്ലക്സുകളും മറ്റുള്ള കാര്യത്തിൽ കടുത്ത ആശങ്ക ദീപാദാസ് മുൻഷി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. ആ അവസരം നോക്കുമ്പോൾ ഇതൊന്നും സ്ഥിരീകരിച്ചതല്ല, പക്ഷെ പുറത്തു വരുന്ന അഭ്യൂഹങ്ങളൊക്കെ അനുസരിച്ച് KC-യിലേക്ക് ചർച്ചകൾ എത്തുന്നു. ഒരു ഡെപ്യൂട്ടി CM സ്ഥാനം അത് VD സതീശനിലേക്ക് പോകും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അഭ്യൂഹങ്ങൾ മാത്രമാണെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ? ആ രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നുണ്ടോ ഹൈക്കമാൻഡിൽ? കാരണം ഇത് സംബന്ധിച്ച് യാതൊരുവിധ അല്ലെങ്കിൽ ഒരു മെസ്സേജും ഈ 3 നേതാക്കൾക്കും ലഭിച്ചിട്ടില്ല, 4 നേതാക്കൾക്കും ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അവരോട് പറഞ്ഞത് നിങ്ങളെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു, ഇനി ഞങ്ങൾ പറയും എന്നുള്ളതാണ്. ഏതായാലും ഇത്തരമുള്ള സമവായത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി ഉപമുഖ്യമന്ത്രിയായി VD സതീശൻ എന്നൊരു സമവായ ചർച്ച വന്നിരുന്നു. ഇങ്ങനെ പല നിർദ്ദേശങ്ങളും വന്നിരുന്നു. എന്നാൽ എന്താണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം ഊഹാപോഹങ്ങളും കാര്യങ്ങളുമൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. പല ഫോർമുലകളും അതായത് VD സതീശൻ്റെയും അതേപോലെ KC വേണുഗോപാലിൻ്റെയും അടുത്ത അനുയായികൾ പല ഫോർമുലകളും നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോർമുലകളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയാണ്. അത്തരം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ അത് പ്രഖ്യാപിക്കാം, നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത്. ആ തീരുമാനത്തിന് വേണ്ടി നമ്മൾ
അല്പസമയം കൂടി കാത്തിരിക്കണം, ഇന്ന് വരും എന്നായിരുന്നു. അത് ഈ പ്രശ്നം കൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു. അദ്ദേഹം തിരിച്ചു വന്ന ശേഷം മാത്രമാണ് ഒരു വട്ടം കൂടി ഈ കാര്യത്തിൽ ഖാർഗെയുമായും മറ്റും ഘടകകക്ഷികളുമായിട്ടൊരു മെസ്സേജ് കൊടുത്ത് അതിനുശേഷം ഒരു തീരുമാനമുണ്ടാകും. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ അപ്പോൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം. ശരി ശരത്ത്, ഞാൻ ഈ സംസ്ഥാനത്തെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കാം. ബിനിൽ കൂടിയുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. നേതാക്കളൊക്കെ ഇന്നലത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ് 3 പേരും പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഈ ഫ്ലെക്സും ബാനറും ഒന്നും വേണ്ട, പ്രകടനങ്ങളൊന്നും വേണ്ട, ടീം UDF ഒറ്റക്കെട്ടാണ് എന്ന കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഫ്ലെക്സും ബാനറും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഫ്ലെക്സ് യുദ്ധം അവസാനിച്ചു. ഈ 3 പക്ഷങ്ങളും ഇപ്പോൾ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ ഈ 3 നേതാക്കൾക്കും ഒപ്പമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട KC അനുകൂലികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, KCയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് അവർ പറയുന്നത്. ആ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC തന്നെ വരും, ഉപമുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് നൽകാം എന്നൊരു ഫോർമുല മുന്നോട്ട് വെച്ചു. പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല, അനുനയ നീക്കങ്ങൾ തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഒടുവിൽ ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് KC അനുകൂലികൾ, സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്ന ഒരു കാര്യം. എന്തായാലും ശരത് പറഞ്ഞതുപോലെ ഇന്നോ നാളെയോ ഒക്കെയായി ആ പ്രഖ്യാപനം വന്നേക്കും. നാളെയാകും ഒരുപക്ഷെ വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം നീട്ടിക്കൊണ്ട് പോകില്ല എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ എന്തായാലും സംസ്ഥാനത്ത് ഒരു താൽക്കാലികമായി ഒരു തമ്മിലടി അവസാനിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നേതാക്കൾ പുറത്തേക്കിറങ്ങി, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന് പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ പരസ്യ പ്രകടനങ്ങൾ വരുന്നത് പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യുന്ന കാര്യമല്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും വോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ സമ്മർദ്ദനായ മുൻ കോൺഗ്രസ് നേതാവിനെ, മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് നേതാവിനെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ചിത്രമുള്ള ഫ്ലെക്സ് വലിച്ചു കീറുന്നു. അതിനെതിരെ മുതിർന്ന നേതാക്കൾ വരെ പ്രതികരിച്ചതാണ്. KC ജോസഫൊക്കെ വൈകാരികമായാണ് അതിൽ പ്രതികരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒട്ടും ഭൂഷണമല്ല, പാർട്ടിക്ക് വരും കാലങ്ങളിൽ പോലും ദോഷം ചെയ്യും. ഇങ്ങനെ ഒരു തമ്മിലടിയാണെങ്കിൽ എന്തിനാണ് തങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്, ജയിപ്പിച്ചത് എന്തിന് എന്നൊരു ചോദ്യം ഉയരുമെന്നാണ് നേതാക്കൾ പ്രവർത്തകരോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഫ്ലെക്സി യുദ്ധം അവസാനിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ KPCC പരിസരത്തുണ്ടായിരുന്ന ഫ്ലെക്സുകൾ നീക്കം ചെയ്തു. വെള്ളയമ്പലത്തും സെക്രട്ടറിനടുത്തും ഒക്കെ ഫ്ലെക്സി യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെയും നീക്കം ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായി അത്തരം ഒരു ഫ്ലെക്സി യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. പരസ്യ പ്രകടനവും ഇനി ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ KCയിലേക്ക് കാര്യങ്ങൾ പോയാൽ, KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ VD സതീശന് ഒപ്പം നിൽക്കുന്ന ആളുകൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പരസ്യ പ്രകടനങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും കണ്ടതാണ്. അത് വലിയ 500-ലധികം ആളുകൾ, നിരവധി ആളുകൾ പങ്കെടുത്ത പരസ്യ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും നിലവിൽ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നേതാക്കൾ ഈ ചർച്ചകൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇന്ന് കേരളത്തിലേക്ക് എത്തും. അദ്ദേഹം ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും വിമാനമിറങ്ങുക. അതോടൊപ്പം VD സതീശൻ നേരത്തെ തന്നെ കൊച്ചിയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പ്രതികരണം വേണ്ട എന്നുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വരട്ടെ, അതിനുശേഷം നിലപാട് തീരുമാനിക്കാമെന്നാണ് നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.